ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? വളരെ എളുപ്പമല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. മാർച്ചിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് എക്സാം റിവിഷൻ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ എല്ലാ വർഷത്തെയും പോലെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 1 മാസത്തെ ക്ലാസ് ആണുള്ളത്. LKG UKG റെഗുലർ ക്ലാസ്സസ് അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള റെഗുലർ ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും LKG UKG പഠിക്കാനായിട്ട് കഴിയും. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് പോലുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ ഏപ്രിൽ 2 സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാ ക്ലാസ്സുകളും സൂമിൽ ലൈവായിട്ടാണ് വരുന്നത്. അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം. 9746487799. ഇതാണ് വാട്സപ്പ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. 6 പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇന്റഗ്രേഷൻ ഡേ 1 എക്സാമിൽ നോക്കി. പ്രവർത്തനം 7 കഥ എഴുതാം എന്നതാണ്. ആഘോഷത്തിന്റെ ഭാഗമായി കഥ പറയൽ മത്സരം നടന്നു. സിംഹരാജൻ വൈകിയതിനെ കുറിച്ചുള്ള കഥയാണ് ലാലുമുയൽ പറഞ്ഞത്. ലാലുമുയൽ പറഞ്ഞ കഥ എന്തായിരിക്കും? അതിനുള്ള എന്തുകൊണ്ടാണ് വൈകിയത് എന്നത് ടീച്ചർ നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിച്ചുവല്ലോ. അത് നിങ്ങൾ കഥ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത പ്രവർത്തനം കഥയ്ക്ക് പേര് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൗണ്ട് ദ ലീവ്സ്. സെലിബ്രേഷൻ നടക്കുകയാണ്. സെലിബ്രേഷന് വേണ്ടിയിട്ട് സം ഓഫ് ദ പ്ലാന്റെയിൻ ലീവ്സ് ബോട്ട് ഫോർ ദ ന്യൂ ഇയർ സെലിബ്രേഷൻ വെയർ ലെഫ്റ്റ് ഓവർ. നമ്മുടെ സെലിബ്രേഷന് വേണ്ടി കുറച്ച് വാഴയില മേടിച്ചിട്ടുണ്ടായിരുന്നു. കാക്ക കൊണ്ടുവന്നായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അതിൽ നിന്നും കുറച്ച് ബാക്കി വന്നു. സുന്ദരി കാക്ക പുട്ട് ദം ഇൻ 2 ഗ്രൂപ്പ്സ് ഓഫ് 2. 2 എണ്ണമുള്ള ഗ്രൂപ്പുകളാക്കി സുന്ദരി കാക്ക ആ ബാലൻസ് വന്ന ഇലകളെ തിരിച്ചു വെച്ചു. There were 5 ഗ്രൂപ്പ്സ്. അങ്ങനെ 5 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. 2 എണ്ണം വെച്ചുള്ള 5 ഗ്രൂപ്പുകൾ, 2 ഇല വെച്ചുള്ള 5 ഗ്രൂപ്പുകളാക്കി ഇലയെ സുന്ദരി കാക്ക തിരിച്ചു വെച്ചു. 2 എണ്ണം വെച്ചുള്ള 5 ഗ്രൂപ്പ്. അപ്പോൾ 2 × 5 2 × 5 എത്രയായിരുന്നു? 10 ലീവ്സ് ആയിരുന്നു ഉത്തരം. എഴുതിയായിരുന്നല്ലോ, 10 ഇലകൾ. ഓക്കെ, അതിലുള്ള ബി ക്വസ്റ്റ്യൻ. സുന്ദരി കാക്ക ഗേവ് ദ ഗ്രൂപ്പ് ലീവ്സ് ടു എ നിയർ ബൈ ഹോട്ടൽ. അടുത്തുള്ള ഹോട്ടലിൽ ആ ബാക്കി വന്ന ഇലകളെ കൊണ്ട് കൊടുത്തു. ഷീ ഗോട്ട് 2 rupees for 1 plantain leaf. How much rupees did she get? 1 ഇലയ്ക്ക് 2 രൂപ വെച്ച് സുന്ദരി കാക്കയ്ക്ക് കിട്ടി. 10 ഇലയാണ് ഉള്ളത്. 1 ഇലയ്ക്ക് 2 രൂപ വെച്ച് കിട്ടിയാൽ 10 × 2 എത്ര രൂപ സുന്ദരി കാക്കയ്ക്ക് കിട്ടി? 20 rupees. 20 രൂപ സുന്ദരി കാക്കയ്ക്ക് കിട്ടി. ഓക്കെ, ആൻസർ ശരിയാണല്ലോ. എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ. 3ാമത്തെ ചോദ്യം. അതിൽ സുന്ദരി കാക്ക ബോട്ട് സ്വീറ്റ് ഐറ്റംസ് ഫോർ 35 rupees ഫ്രം ദ ഹോട്ടൽ. 35 രൂപയ്ക്ക് സ്വീറ്റ് ഐറ്റംസ് മേടിച്ചു കാക്ക. ഹൗ മച്ച് മോർ റുപ്പീസ് ഷുഡ് സുന്ദരി കാക്ക പേ ടു ദ ഹോട്ടൽ ഓണർ? എക്സ്ട്രാ 35 രൂപയ്ക്ക് സാധനം മേടിച്ചു. ഇനി എത്ര രൂപ സുന്ദരി കാക്ക കൊടുക്കണം? ഹോട്ടൽ ഓണർക്ക് കൊടുക്കണം. അപ്പോൾ റുപ്പീസ് ഗോട്ട് ഫോർ പ്ലാന്റെയിൻ ലീവ്സ്. പ്ലാന്റെയിൻ ലീവ്സ് വിറ്റപ്പോൾ എത്ര രൂപ കിട്ടി? 20 രൂപ. പ്രൈസ് ഫോർ സ്വീറ്റ് ഐറ്റംസ്. സ്വീറ്റ് ഐറ്റംസ് വാങ്ങിയപ്പോൾ എത്ര രൂപയായിരുന്നു? 35 rupees. അപ്പോൾ ഇനി എത്ര രൂപ കൊടുക്കണം? 35 - 20. എത്രയാണ്? 35 - 20 എത്രയായിരുന്നു? 15. 15 രൂപ ഇനി ഹോട്ടൽ ഓണർക്ക് സുന്ദരി കാക്ക കൊടുക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയില്ലേ? അടുത്ത ചോദ്യം, പലഹാരക്കട. നമ്മുടെ സുന്ദരി കാക്ക ഹോട്ടലിൽ കണ്ട ആഹാര സാധനങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ? ഇതിൽ നിന്ന് സുന്ദരി കാക്ക ഹോട്ടലിൽ കണ്ട സാധനങ്ങൾ താഴെ പേര് കൊടുക്കുകയാണ്. നെയ്യപ്പം, വാഴപ്പഴം, ഇഡലി, പഴംപൊരി, ഇടിയപ്പം, ഓറഞ്ച്, ഇലയട, ഉഴുന്നുവട, മുന്തിരി. ഇവയെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കൂ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് എന്തൊക്കെ? ഏതൊക്കെയാ വരിക? വാഴപ്പഴം പ്രകൃതിയിൽ നിന്നും കിട്ടും. ഓറഞ്ച് ഇവിടെ നിന്ന് കിട്ടും? പ്രകൃതിയിൽ നിന്ന് കിട്ടും. മുന്തിരി പ്രകൃതിയിൽ നിന്ന് കിട്ടും. ഇനി ആവിയിൽ വേവിച്ചത് ഏതൊക്കെയാണ്? ഇഡലി ആവിയിൽ വേവിച്ചതാണ്. ഇടിയപ്പം
ആവിയിൽ വേവിച്ചതാണ്. ഇലയട ആവിയിൽ വേവിച്ചതാണ്. ഇനി പഴംപൊരി എന്താ? എണ്ണയിൽ വറുത്തെടുത്തതാണ്. എണ്ണയിൽ പൊരിച്ചെടുത്തത് അല്ലെങ്കിൽ വറുത്തെടുത്തതാണ് പഴംപൊരി. നെയ്യപ്പം, വേറെയോ ഉഴുന്നുവട. ഓക്കെ, എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ. ആൻസർ ശരിയല്ലേ എല്ലാവർക്കും? യെസ്. ഓക്കെ, അടുത്ത ചോദ്യം സംഭാഷണമാണ്. അടുത്ത ദിവസം സുന്ദരിക്കാക്ക പുതുവത്സര ആഘോഷത്തിൽ പങ്കെടുക്കാത്ത മൈലമ്മയുടെ അടുത്തെത്തി. അവർ തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും? സംഭാഷണം പൂർത്തിയാക്കൂ. സുന്ദരിക്കാക്ക ചോദിക്കുന്നു, മൈലമ്മേ, നീ എന്താ പുതുവത്സര ആഘോഷത്തിന് വരാതിരുന്നത്? മൈലമ്മ മറുപടി പറയുന്നു. പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. ഇത് അടുത്ത് ഗിഫ്റ്റ് കലണ്ടറാണ്. Look at the calendar. Jambu, the monkey, got as a gift as part of the New Year program. Select a friend. അപ്പോൾ ഒരു ഫ്രണ്ടിനെ ന്യൂ ഇയർ പ്രോഗ്രാമായിട്ട് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാണ്. അതിനായിട്ട് നോക്കി അതിൽ നിന്ന് കലണ്ടർ കൊടുത്തിട്ടുണ്ട്. കലണ്ടറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സം ഓഫ് ദി ഡേയ്സ് ഇൻ ദ കലണ്ടർ ആർ മിസ്സിംഗ്. ഫിൽ ഇൻ ദ ഡേറ്റ്സ് ഇൻ ദ കലണ്ടർ. മിസ്സിംഗ് ഡേറ്റ്സ് ഇൻ ദ കലണ്ടർ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 18, 19, 24, 25, 26, 27, 28, 29. ഓക്കെ, ഇതെല്ലാവരും ഉറപ്പായിട്ടും എഴുതിയിട്ടുണ്ടാവും. അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സൺഡേസ് ഇൻ 2025 ജാനുവരി. സൺഡേസ് ഏതൊക്കെയാണ്? ഇതാണ് സൺഡേസ്. അപ്പോൾ സൺഡേസ് ഏതൊക്കെയാണ് വരിക? ഏതൊക്കെ ഡേറ്റ്സിലാണ് സൺഡേസ് വരിക? 5, 12, 19, 26. ഓക്കെ, 4 സൺഡേസ് ആണ് ഉള്ളത്. നമ്പർ ഓഫ് സൺഡേസ് 4. വിച്ച് ഡേ വിൽ ബി 2025 ഫെബ്രുവരി 2? ഫെബ്രുവരി 2 ഏത് ദിവസമായിരിക്കും? ഇത് ജാനുവരി കലണ്ടറാണ്. അപ്പോൾ 31. അപ്പോൾ നെക്സ്റ്റ് 1 വരുന്നത് എവിടാണ്? 1 വരുന്നത് സാറ്റർഡേ 1 വരും, സൺഡേ 2 വരും. അപ്പോൾ ഏത് ദിവസമാണ്? സൺഡേ. ഫെബ്രുവരി 2 സൺഡേ. Find out 2 patterns from the calendar and write them down. 2 പാറ്റേൺ തയ്യാറാക്കാം. പാറ്റേൺ എഴുതാൻ നമുക്കറിയാം, മുകളിൽ നിന്ന് താഴോട്ടങ്ങ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇത് എഴുതാം, ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇവിടെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പാറ്റേൺ എഴുതുക. അതായിരുന്നു അടുത്ത ചോദ്യം. ഇപ്പോൾ എക്സാം എല്ലാവർക്കും ഈസി അല്ലേ? എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തില്ലേ എല്ലാവരും? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ. ബൈ ബൈ. താങ്ക് യു.